ഈ ശബ്ദവേദിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നതായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞങ്ങൾ അറിയിക്കുന്നു. അത്യാവശ്യ സമയമായതുകൊണ്ട് ചൂട് അതിശക്തമാണെന്ന് നമുക്കറിയാം. എങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ അല്പം കൂടെ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനിവാര്യമായി നാം അറിയേണ്ട ഒരാത്മീക സന്ദേശം പരിമിതമായ വാക്കുകൾ നിങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് വിടവാങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാം എല്ലാം വന്നെത്തിയിരിക്കുന്നത് ഒരു വല്ലാത്ത ജീവിത സാഹചര്യത്തിലാണ്. നമ്മുടെ യുവതലമുറയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന, മനുഷ്യൻ നന്നാകണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നെങ്കിലും മനുഷ്യൻ നന്നാക്കാൻ കഴിയാത്ത, മുമ്പൊരിക്കൽ ഒരാൾ പറഞ്ഞതുപോലെ ചൊവ്വയിലേക്ക് ഉപഗ്രഹങ്ങൾ അയക്കാനൊക്കെ പഠിച്ച മനുഷ്യൻ ചൊവ്വായി പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വല്ലാത്ത ജീവിത സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. മനുഷ്യന് അടിസ്ഥാനപരമായി എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതേത് മനുഷ്യനും സമ്മതിച്ചേ മതിയാകുകയുള്ളൂ. ഒരു മഹാനായ മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിറയ്ക്കാൻ കഴിയാത്ത ഒരു ശൂന്യതാബോധം ഏത് മനുഷ്യന്റെയും ഹൃദയത്തിൽ തലം കെട്ടി നിൽക്കുന്നു. ആ ശൂന്യതാബോധം മതങ്ങൾ കൊണ്ടോ മീമാംസകൾ കൊണ്ടോ തത്വശാസ്ത്രങ്ങൾ കൊണ്ടോ സാമൂഹികപരമായ പ്രവർത്തന ശൈലികൾ കൊണ്ടോ തത്വചിന്തകൾ കൊണ്ടോ ഒന്നും തന്നെ നികത്തുവാൻ സാധിക്കുകയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കൂടുപോലെ വളർന്നു വരുന്ന അനവധി നിരവധി മതങ്ങളും പ്രസ്ഥാനങ്ങളും തത്വചിന്തകളും മനുഷ്യനെ ഇതിനോടകം തന്നെ നന്നാക്കിയെടുക്കുമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ മനുഷ്യനെ നന്നാക്കാൻ സാധിക്കുന്നില്ല. എവിടെയോ ഒരു സാരമായ പാളിച്ച അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ സാരമായ പാളിച്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ അനിവാര്യമായി നാം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. എന്താണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം? മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രസംഗങ്ങളുടെ പ്രഭുവായി അറിയപ്പെട്ട ബില്ലി ഗ്രഹാം അതേ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ദ പ്രോബ്ലം ഓഫ് ദി ഹോൾ വേൾഡ് ഈസ് ദി പ്രോബ്ലം ഓഫ് ദി ഹാർട്ട് ഓഫ് മാൻ. അതായത് സർവ്വലോകവും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. ദാറ്റ് ഈസ് ദി പ്രോബ്ലം ഓഫ് സിൻ. അതായത് പാപത്തിന്റെ പ്രശ്നം. പാപത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം വന്നു കഴിയുമ്പോൾ ലോകത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാകുമെന്നാണ്. മനുഷ്യരുടെയും ശാന്തി സമാധാനമില്ല. രാജ്യങ്ങൾ തങ്ങൾ പോരാട്ടങ്ങൾ, നമുക്കറിയാവുന്ന റഷ്യ ഉക്രൈൻ പോരാട്ടം തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞു. ജനലക്ഷങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു. ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. സമാധാന സന്ധിക്കാനുള്ള പരിശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടും ആവശ്യമായ നിലയിലുള്ള ഒരു സമാധാന സന്ധിയെ എത്തിച്ചേരുവാൻ ഇരു രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല. യുദ്ധം പൊടുകൂടും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള പലസ്തീൻ തമ്മിലുള്ള യുദ്ധം അതിന്റെ പാതയിൽ കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാതി ജാതിയോട് എതിർക്കുന്നു, വംശങ്ങൾ വംശങ്ങളോട് എതിർക്കുന്നു. മനുഷ്യർ എവിടെയും കൊലയും കൊലവിളിയുമായി ഓടി നടക്കുന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ വർത്തമാന പത്രങ്ങൾ വായിച്ചാൽ എനിക്ക് നിങ്ങൾക്കും അറിയാം, നമ്മുടെ നാട്ടിൽ എത്രയോ കൊലയും കൊള്ളിവെപ്പുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന പത്രങ്ങളിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വാർത്തകൾ വാസ്തവത്തിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താ ഇതിന്റെ അടിസ്ഥാന കാരണം? എവിടെയോ മനുഷ്യനെ സ്വയം നന്നാകാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനുഷ്യനെ നന്നാക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത
ഒരവസ്ഥ മനുഷ്യ ജീവിതത്തിലുണ്ട്. ആ അവസ്ഥ അല്ലെങ്കിൽ ആ പ്രകൃതം മനുഷ്യനെ അവൻ അംഗീകരിക്കാത്ത, അവൻ ആദരിക്കാത്ത, അവൻ ഇഷ്ടമില്ലാത്ത ജീവിത പന്ഥാവിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. 1979 മുതൽ ഇവിടുത്തെ പല ജയിലുകളിലും സുവിശേഷ വേല ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കൂടെ സന്ദർശിച്ച് അവിടുത്തെ തടവുള്ളികളായ ആളുകളെ കണ്ട് അവരോട് സുവിശേഷം പറയാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല സെല്ലുകളിൽ കഴിയുന്ന പല ആളുകളോടും, അതായത് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് അകത്ത് കിടക്കുന്ന ആളുകളോടും, മോഷണം പിടിച്ചു പറയും, പിന്നെ കത്തിക്കുത്ത്, കൊലവിളി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ജയിലറകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന പല മഹാന്മാരോടും, സ്നേഹിത, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്നത് ചോദിച്ചപ്പോൾ പല ആളുകളും സങ്കടത്തോട് മൊഴിയ വാക്കുകൾ എന്റെ ഓർമ്മയിലുണ്ട്. അത് പറഞ്ഞു വെച്ച് ഒരു കാരണവശാലും ഇവിടെ എത്തിച്ചേരാൻ ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. സാഹചര്യം അങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടാക്കി വെച്ചു. അതായത് ആ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ പ്രകോപനപരമായി ചെയ്തു പോയി നിയമത്തിന്റെ ഊരാക്കുടുക്കിൽ അകപ്പെട്ട് ഞങ്ങൾ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യനും ജയിലറകൾ അടയ്ക്കപ്പെടുന്നത് മനഃപൂർവ്വമല്ല. ആർക്കും ആരെയും തല്ലാനോ കൊല്ലാനോ അടിവഴി ഉണ്ടാക്കാനോ ഒന്നും താല്പര്യമില്ല. എന്നാൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ, ചില പ്രകോപനങ്ങളിലും ഒക്കെ അകപ്പെട്ട് മനുഷ്യന് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവന് അരുതാത്ത പല പ്രവൃത്തികളിലേക്ക് കൈനീട്ടുകയും കത്തിക്കുത്തലും വെട്ടിക്കൊലയിലും ഒക്കെ അവസാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മനുഷ്യന്റെ വാസ്തവത്തിൽ ഇന്ന് യാതൊരു നിലയിലുള്ള സ്വസ്ഥതയും സമാധാനവുമില്ലാത്ത ഒരു അന്തരീക്ഷം സമൂഹത്തിലുണ്ട്, ഭവനങ്ങളിലുണ്ട്, മനുഷ്യൻ കൂടി നടക്കുന്ന എല്ലായിടങ്ങളിലുമുണ്ട്. ഇതിന്റെ എല്ലാ അടിസ്ഥാനപരമായ കാരണം മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന പാപം എന്ന് പറയുന്ന പ്രകൃതമാണ്. പാപമില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. മനുഷ്യന്റെ ആത്യന്തികമായ പാപപ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിശാന്തി കണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കുകയുള്ളൂ. അല്ലാതെ യാതൊരു ബന്ധാവിലൂടെയും മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. മതങ്ങളൊക്കെ ധാരാളം ഇവിടുത്തെ മതങ്ങളൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ മതപ്രസംഗം ചെയ്യാൻ വന്നതാണോ? ഞങ്ങൾ മതപ്രസംഗം ചെയ്യുന്ന ആളുകളല്ല. ഒരു മതത്തിലും മനുഷ്യനെ ആത്യന്തികമായി രക്ഷിക്കാൻ കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്നവരും യാതൊരു മതത്തിലും പ്രത്യേകമായി വിശ്വസിക്കാത്തവരുമായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ക്രൈസ്തവ മതത്തെ അനുധാവനം ചെയ്യുന്ന ആളുകളാണ് തിരിഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു അങ്ങനെ മതം സ്ഥാപിച്ചിട്ടില്ല. ക്രൈസ്തവ മതം എന്നൊരു മതമില്ല. കപ്പലുകൾ നിർമ്മിക്കാൻ യേശുക്രിസ്തു കൽപ്പിച്ചിട്ടില്ല. ശിഷ്യന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ വന്നു നോക്കിയാൽ യേശുക്രിസ്തുവിന്റെ പേരിൽ ഇവിടെ കച്ചവടച്ചരക്കായി ക്രിസ്തുവിനെ ആക്കിവെച്ച പല ആളുകൾ കാലാകാലങ്ങളിലായി കെട്ടിപ്പൊക്കിയ സൗദങ്ങളാണ് അതൊക്കെ. അവിടെയൊന്നും മനുഷ്യന് രക്ഷയോ പാപപരിഹാരമോ മാർഗങ്ങളോ ഇല്ല. മനുഷ്യരതൊക്കെ പറയുന്ന അവകാശപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും അവിടെയൊന്നും മനുഷ്യൻ ആത്യന്തികമായി പാപമോചനത്തിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിഷമഘട്ടത്തിൽ മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം ചെയ്ത ഒരു സ്വർഗീയമായ കർമ്മപരിപാടിയെ സംബന്ധിച്ച് ചുരുക്കം ചില മിനിറ്റുകൾ പറഞ്ഞ് ഞങ്ങളുടെ പ്രസംഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നതാണ്. വിശ്വചരിത്രത്തിലെ നിസ്തുല്യനായ ഒരു വ്യക്തി പ്രഭാവമുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് നസറേയനായ യേശു. പുതിയ പുള്ളിയല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്ന് ഭൂമിയിലെ ഏറ്റവും ചെറിയ രാഷ്ട്രങ്ങളൊന്നായി അറിയപ്പെടുന്ന ഇസ്രായേൽ രാജ്യത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബേത്ലഹേം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ഒരു കുടലില്, ചെറ്റക്കുടലില് ഒരു ദരിദ്ര കുടുംബത്തിൽ മനുഷ്യനായി ജന്മം കൊണ്ട് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് പരിമിതമായ ജീവിത കാലഘട്ടം കൊണ്ട് നിസ്തുല്യ വ്യക്തി പ്രഭാവം എന്ന സമസ്ത ജനകോടികളാൽ സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തിവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. ഈ നസ്രയനായ യേശു കേവലം ഒരു മനുഷ്യനല്ല. അങ്ങനെ കേവലം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, അത് അതേ ഒരു മതനേതാവായിരുന്നെങ്കിൽ, അതേ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നെങ്കിൽ, അതേ കേവലം ഒരു മനഃശാസ്ത്ര വിദഗ്ധനായിരുന്നെങ്കിൽ, കേവലം ഒരു തത്വചിന്തകനായിരുന്നെങ്കിൽ, മറ്റുള്ള ഏത് മനുഷ്യനെയും പോലെ ഉള്ള ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നെങ്കിൽ ഞങ്ങളാരും അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ഇവിടെ നിന്ന് തെരുവിൽ നിന്ന് കൺക്ഷോഭം ചെയ്യുകയോ ഈ 33 ഡിഗ്രിയുള്ള ചൂടിനകത്ത് നിന്ന് വീർത്തു ഒഴിച്ച് സംസാരിക്കുകയോ ചെയ്യുമായിരുന്നല്ല. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയുള്ള ഒരാളല്ല. യേശുക്രിസ്തു ആരാണെന്ന് പൊതുവിലേക്ക് 1, 2, 3, 4 എന്നിങ്ങനെ വളരെ വേഗത്തിൽ കമ്പിവാചകം പോലെ 3-4 ശീർഷകങ്ങൾ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ചെയ്തു. ഒന്ന്, യേശുക്രിസ്തു ചരിത്രത്തിലെ നിസ്തുല്യനായ ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തു വിശ്വചരിത്രത്തിലെ നിസ്തുല്യനായ ഒരു വ്യക്തിയാണ്. എന്താണ് യേശുക്രിസ്തുവിന്റെ ചരിത്രത്തിന്റെ സാധുത, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ചരിത്രത്തിന്റെ നിസ്തുല്യത? വളരെ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യതയുടെ ഒന്നാമത്തെ കാരണം യേശുക്രിസ്തു ചരിത്രത്തിന്റെ മധ്യത്തിൽ, ചരിത്രത്തിന്റെ നാഴികക്കല്ലായി നീണ്ടു നിൽക്കുന്ന പുരുഷകേസരിയാണ്. വിശ്വചരിത്രത്തെ BC എന്നും AD എന്നും 2
രണ്ട് തുല്യ കഷ്ണങ്ങളായി കീറിമറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി നീണ്ടു നിവർന്നിരിക്കുന്ന ഒരു പുരുഷ കേസരി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നിസ്സഹായനായ യേശുക്രിസ്തു മാത്രമാണ്. ചരിത്രകാരനായ എച്ച് ജി വെൽസ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വേൾഡ് ഹിസ്റ്ററി, അതായത് ചരിത്രം എന്ന് പറയുന്ന അവന്റെ ചരിത്രമാണ്. അവനെ കൂടാതെ ഒരു ചരിത്രമില്ല. യേശുക്രിസ്തുവിനെ കൂടാതെ ഒരു ചരിത്രം ചമയ്ക്കുക തികച്ചും പ്രയാസകരമായ കാര്യം. അപ്പോൾ വാസ്തവത്തില് ലോക ചരിത്രത്തിന്റെ മധ്യത്തിൽ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി ചരിത്രത്തിന്റെ അവിസ്മരണീയനായ വ്യക്തിയായി നിസ്തുല്യ പ്രഭാവാനായി ജീവിക്കുന്ന അനുഗ്രഹീതനായ വ്യക്തിപ്രഭാവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. രണ്ടാമത്തെ വിഷയം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിഷയമാണ്. ചില ആളുകൾ യേശുക്രിസ്തുവിന്റെ ലോക ചരിത്രത്തിലെ അസ്തിത്വത്തെ സംബന്ധിച്ചും അവിടുത്തെ ജന്മത്തെ സംബന്ധിച്ചും അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ചും സംശയം ഉന്നയിക്കുന്ന ആളുകളാണ്. ഇടമകനെ പോലെയുള്ള സഹയിടമകനെ പോലെയുള്ള അവസരവാദികൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന യുക്തിവാദികളായ ആളുകൾ കാലാകാലങ്ങളിലായി തങ്ങളുടെ പ്രസംഗങ്ങളില്, തങ്ങളുടെ ക്ലാസുകളില്, തങ്ങളുടെ രചനകളിലൊക്കെ കൂടിയായി യേശുക്രിസ്തു ചരിത്രപുരുഷനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടമകന്റെ പ്രശസ്തമായ ഗ്രന്ഥമുണ്ട്, ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ശ്രീബുദ്ധൻ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ, ജൈനൻ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ, അതുപോലെ കൺഫ്യൂഷ്യസ് ചരിത്രത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ, സൊലോഷ്യസ് ചരിത്രത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന മെസ്സേജനായ യേശു ചരിത്രത്തിന്റെ ഭാഗമാണ്. ശ്രീബുദ്ധനെ കുറിച്ചോ, ജൈനനെ കുറിച്ചോ, കൺഫ്യൂഷ്യസിനെ കുറിച്ചോ, സൊലോഷ്യനെ കുറിച്ചോ ഒക്കെ ചരിത്രം സംക്ഷേപമായി പറയുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചും ചരിത്രം സവിസ്തരമായി സംസാരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരുടെ ചരിത്രം എഴുതിയ അതിപ്രശസ്തനായ ഒരു വിശ്വചരിത്രകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്ലേവിയസ് ജോസീഫസ് എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിന്റെ യഹൂദ പൗരാണികത്വം, അതായത് യൂബിഷ് ആന്റിക്വിറ്റീസ് എന്ന പുസ്തകത്തില് അദ്ദേഹം ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഒരു ഖണ്ഡിക ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് നസ്രയനായ യേശു എന്ന് പറയുന്ന ഒരു ദിവ്യപുരുഷൻ ഈ ഇസ്രായേൽ ദേശത്ത് ജീവിച്ചിരുന്നത്. അവനെ ദൈവത്തിന്റെ ക്രിസ്തുവായിരുന്നു. അവനെ നമ്മുടെ നാടുകാരിയായിരുന്ന പിലാത്തോസിന് മുമ്പാകെ നമ്മുടെ ജനങ്ങളായ ഇസ്രായേൽ ജാതി, യഹൂദ ജാതി ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ വെച്ച് അവൻ കുറ്റക്കാരനായെങ്കിലും കുറ്റക്കാരനായി വിധിക്കപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ കാൽവരിയിലെ ഗോഗോദ മകളിൽ പാപികളായ നരവർഗം, അതായത് ഇസ്രായേൽ ജാതി തന്നെ മരിച്ചുകൊള്ളുകയുണ്ട്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേരിൽ ആവിർഭവിച്ച ക്രൈസ്തവ ജനത എന്ന ജനത ഇന്നും നമ്മുടെ മധ്യത്തിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല. ഏതാണ്ട് AD 65 എഴുതി വെച്ചിരിക്കുകയാണ് ഫ്ലേവിയസ് ജോസീഫസ് എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ യഹൂദന്മാർക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, അക്കമിട്ടെണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ചരിത്രത്തിന്റെ ഈടുകളിലെ ചരിത്രരേഖകൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷേ സമയം അതിനായി ഞങ്ങളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വളരെ അനിവാര്യമായും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിരാമം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു ചരിത്രത്തിലെ നിസ്തുലനായ വ്യക്തി പ്രഭാവമാണ്. യേശുക്രിസ്തുവിനെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വിശ്വസ്തമായ നിലയിൽ ഒരു ചരിത്രം എഴുതുക ഒരു ചരിത്രകാരനും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BC എന്നും AD എന്നും ലോക ചരിത്രത്തെ രണ്ട് തുല്യ കഷ്ണങ്ങളാക്കി എറിമുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി ദീപസ്തംഭമായി നീണ്ടു നിൽക്കുന്ന ചരിത്ര പുരുഷൻ അവനാണ് കർത്താവായ ഈ യേശുക്രിസ്തു. അവന്റെ ജന്മത്തിൽ അവൻ നിസ്തുലനായിരുന്നു. യേശുക്രിസ്തു ചരിത്രത്തിൽ മാത്രം നിസ്തുലനല്ല, അവന്റെ ജന്മത്തിലും അവൻ നിസ്തുലനാണ്. ഞാനും നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ ജനിക്കുന്നതിന് മുഖാന്തരമായി തീർന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അതായത് ഒരു പുരുഷനും സ്ത്രീയെ വിവാഹം കഴിച്ചു, കുടുംബമായി ജീവിച്ചു, കുടുംബജീവിതത്തിന്റെ വ്യവസ്ഥയിൽ അവർക്ക് മക്കളുണ്ടായി. അങ്ങനെ നമ്മൾ മക്കളായി നമ്മുടെ മാതാപിതാക്കൾ ജനിച്ചു. ഭൂമിയിൽ ഒരു പിതാവും ഒരു മാതാവും മാത്രമേ നമുക്കുള്ളൂ. അയൽവക്കത്തെ അച്ചായനെ കണ്ടിട്ട് അച്ചായനെ വിളിച്ചു കഴിഞ്ഞാൽ ആ അച്ചായൻ നമ്മുടെ പിതാവാകുകയില്ല. എന്നാൽ നമ്മെ ജനിപ്പിച്ചൊരു പിതാവുണ്ട്, അദ്ദേഹം മാത്രമാണ് നമ്മുടെ പിതാവ്. അപ്പൊ നമുക്ക് ഒരു പിതാവ് മാത്രമേ ഉള്ളൂ, ഒരു മാതാവ് മാത്രമേ ഉള്ളൂ. നമ്മളാരും ജനിക്കുമെന്ന് മുൻകൂട്ടി ആരും എഴുതി വെച്ചിരുന്നില്ല. അതായത് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ ജനിക്കുമെന്ന്. എന്നാൽ നമ്മുടെ കാലത്തിൽ ദൈവത്തിന്റെ നിശ്ചയമനുസരിച്ച് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ വംശാവലിയിൽ നിന്ന്, അവരുടെ ബീജത്തിൽ നിന്ന്, അണ്ടത്തിൽ നിന്ന് ഒരു പുരുഷജീവിയായി അല്ലെങ്കിൽ സ്ത്രീയായി ഈ ലോകത്തിൽ ഞാൻ നിങ്ങളുടെ ജന്മം കണ്ടു. ആ ജന്മത്തിന് പ്രത്യേക വിശേഷമൊന്നുമില്ല. കാലത്തിന്റെ ക്രമത്തിൽ ഇങ്ങനെ ദൈവത്തിന്റെ നിയോഗമനുസരിച്ച് നാം ജനിക്കേണ്ട സമയത്ത് ജനിക്കാൻ ദൈവം അനുവദിച്ചുള്ള യാഥാർത്ഥ്യം മാത്രമാണ്. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജന്മം അങ്ങനെയുള്ള ഒരു ജന്മമായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു. അവരെല്ലാം അക്കമിട്ടെണ്ണി പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ലല്ലോ. 3-4 സൂചകങ്ങൾ
മാത്രം ഞാൻ പറയാം. അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായം 15-ാം വാക്യം. ഏദൻ പ്രദേശയെ ദൈവത്തിന്റെ കരവിരുതായി ദൈവം സൃഷ്ടിച്ചാക്കിയ ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് പരിശുദ്ധനായ ദൈവത്തിൽ നാട്ടി പുറത്താക്കപ്പെട്ടു, തോട്ടത്തിൽ പുറത്താക്കപ്പെട്ട നിമിഷം ആദ്യ മനുഷ്യനോട്, ആദവനോട്, അവന്റെ ഭാര്യയായ ഹവ്വയോട് സ്വർഗത്തിലെ ദൈവം സൃഷ്ടാവായ ദൈവം വിളിച്ചു പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അതായത് അനധിവിദൂര ഭാവിയിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഉത്ഥാനത്തിനായി ലോകത്തിൽ ഉദയം ചെയ്യുവാൻ പോകുന്ന നസ്രയനായ യേശു എങ്ങനെ ജനിക്കും, എങ്ങനെയാണ് അവന്റെ ജന്മപ്രക്രിയ എന്ന് കർത്താവായ യേശു ജനിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ പർദീസയിൽ വെച്ച് തന്നെ ഭാവിയായ മനുഷ്യരുടെ പരസ്യമായി പരിശുദ്ധനായി ദൈവം തമ്പുരാൻ പ്രഖ്യാപിച്ചു, സ്ത്രീയുടെ സന്തതിയായി അവൻ ഈ ലോകത്തിൽ ജനിക്കും. 4000 വർഷങ്ങൾ കാലചക്രത്തിൽ ഉരുണ്ടുമാറി ഗലാത്യലേഖനം 4-ാം അധ്യായത്തിലെ 4-ാം വാക്യം അവിടെ തന്നെയായ പൗലോസ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം ഏതാണ്ട് 32 വർഷങ്ങൾക്ക് ശേഷം, യേശുവിന്റെ ജനനത്തിനും മരണത്തിനും ഏതാണ്ട് ചില സമയത്തിന് ശേഷം ഡെമസ്കോസിന് വഴിവാകിൽ വെച്ച് പരിവർത്തന വിധേയനായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അത്ഭുതാപകമായ രൂപാന്തരത്തിന് ഇടയായി തീർന്ന ഈ ചരിത്രപുരുഷനായ പൗലോസ് പറയുകയാണ്, കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ ദൈവം സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിൽ ജനിച്ചുവെന്ന്. ആ പ്രവാചക വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് BC 740 കാലഘട്ടങ്ങളിൽ ഇസ്രായേലിലെ സുവിശേഷകൻ എന്നറിയപ്പെട്ട പഴയകാലത്തെ സുവിശേഷകൻ എന്നറിയപ്പെട്ട പ്രശസ്തനായ യെശയ്യാ പ്രവാചകൻ യെരൂശലേമിന്റെ രാജവീതിയിൽ നെടുകയും കുറുകയും നടന്നുകൊണ്ടത് എങ്ങനെ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ എങ്ങനെ ജനിക്കും? പുരുഷബന്ധം കൂടാതെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ തന്നെ ജനത്തെയുടെ പാപങ്ങളുടെ മോചപ്പാലിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 22-ാം വാക്യം. കർത്താവ് BC 740 യെശയ്യാ പ്രവാചകൻ ആരെക്കുറിച്ച് പ്രഖ്യാപിച്ചു. ആ പ്രാഥമിക നിവൃത്തിയ നിലയിൽ ഇവിടെ മറിയയിൽ കന്യകാസുരനായി ദൈവത്തിന്റെ പരിശുദ്ധനാത്മാവിനാൽ ഉത്ഭൂതനായ കർത്താവായ യേശുവിനെ സംബന്ധിച്ച് അവിടെ പറയുമ്പോൾ ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറയുകയാണ്, കുടലവിശകളെ നിനക്ക് വന്ദനം, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്നെ ജനതയുടെ ഭാരങ്ങളുടെ മോചിപ്പാൻ നീക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. എന്ന് മാത്രമല്ല, മത്തായി സുവിശേഷത്തിൽ യഹൂദന്മാർക്ക് എഴുതിയ സുവിശേഷത്തിന്റെ താളുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, യെശയ്യാ പ്രവാചകൻ മുഖാന്തരം എഴുതി വെച്ച ഈ പ്രവചനത്തെ നിവൃത്തിയായി അങ്ങനെ സംഭവിച്ചുവെന്ന്. ഇനി അടുത്തത് അവൻ എവിടെയാണ് ജനിക്കുന്നത്? മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. BC 498 കർത്താവായ യേശു ജനിക്കുന്നതിന് 498 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രദേശ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകനായ മലാഖി, അതേ മീഖാ പ്രവാചകൻ അദ്ദേഹം വെച്ച് പറയുകയാണ്, നീ ഒബേദ്രേഫ്രാത്തെ നീ യഹൂദ പ്രഭുക്കന്മാർ ഒന്നും ചെറുതല്ല, നിന്നെ മേയ്പ്പാനുള്ള തലവൻ നിന്റെ ജനതയുടെ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദിയിലെ ബേത്ലഹേം എന്നായിരിക്കും അവൻ ജനിക്കുന്നത്. മാത്രമല്ല ഇനി ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അവിടെ വായിക്കുന്നത്, അവകാശമുള്ളവന് വരുവോളം രാജരംഗോ യഹൂദയുടെ കാലുകൾക്കിടയിൽ നിന്ന് നീങ്ങിപ്പോയിരുന്നാണ്. അവിടെ അവകാശമുള്ളവരെന്ന് പറയുന്നത് ഷൈലോ എന്നുള്ള വാക്കാണ് ചെയ്യുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. നസ്രയനായ യേശു ലോകത്തിന്റെ ഉദ്ധാരകനായി രക്ഷകനായി ലോകത്തിൽ ജനിക്കുന്നതിന് നിരവധി വാക്യശൈലങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അത് യെശയ്യാ പ്രവാചകൻ പിന്നെയും വിളിച്ചു പറഞ്ഞു, ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലേക്കും, അവന്റെ അത്ഭുതമന്ത്രി, വേദനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജന്മം ചരിത്രത്തിലെ നിസ്തുല്യമായ സംഭവമാണ്. 2, യേശുക്രിസ്തുവിന്റെ ജന്മം തന്നെ നിസ്തുല്യമായ ഒരു ജന്മമാണ്. 1936 അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ഹാരി റിമർ ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. ഇത് 1936 പറഞ്ഞതാണ്. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അശാസ്ത്രീയമെന്നും ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശ്വാസ പുരുഷൻ കർത്താവായ യേശുക്രിസ്തു ചരിത്രത്തിൽ ജനിക്കാത്ത വ്യക്തിയാണെന്നും ചരിത്രപരമായി തെളിയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തിലെ 243 രാജ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന ആളുകൾക്ക് $1000 ഇനാം. 1936 ഇത് ഡോക്ടർ ഹാരി റിമർ ലോകത്തോട് പ്രഖ്യാപിച്ച ഈ $1000 വാങ്ങുക. ഇന്നേ വരെ ക്രൈസ്തവ വിരോധികളായ ആരും തന്നെ, അതായത് യേശുക്രിസ്തു ചരിത്രത്തെ നിഷേധിക്കുന്ന സാക്ഷാൽ ഇടമലകം സകലരും ഏച്ചി കോവർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ കാലയളവിൽ ഒരിക്കൽ പോലും ഞങ്ങൾ പ്രവേശനം ചെയ്തതില്ല. എന്ന് മാത്രമല്ല, നാളെ ഇതുവരെ യേശുക്രിസ്തുവിന്റെ ചരിത്ര സാധ്യത ചോദ്യം ചെയ്തിട്ടുള്ള ആളുകളുടെയെങ്കിലും അത് തെളിയിക്കുവാൻ കഴിയുന്ന ചങ്കൂറ്റമുള്ള ഒരൊറ്റയെടുത്തും പോലും വിഷമുഖത്ത് ഇന്ന് വരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ചരിത്രത്തിലെ നിസ്തുല്യനായ വ്യക്തിയാണ്. അവന്റെ ജന്മം നിസ്തുല്യമായ ജന്മമായിരുന്നു. അവൻ എവിടെ ജനിക്കും, എപ്പോൾ ജനിക്കും, എങ്ങനെ
കൂട്ടി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജീവിതമുള്ള ജനമെന്ന് പറയുന്നത് ചരിത്രത്തിന്റെ നിവൃത്തിയായിരുന്നു, പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു എന്നതിലേക്ക് അനവധി തെളിവുകൾ വിശുദ്ധ വേദപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് എഴുതിയ അദ്ദേഹത്തിന്റെ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ ഉദ്ധരിക്കട്ടെ. അവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവഴുത്തുകൾ പ്രകാരം ജനിച്ചു, കർത്താവായ യേശു തിരുവഴുത്തുകൾ പ്രകാരം മരിച്ചു, കർത്താവായ യേശു തിരുവഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ബഹുമാനായ ഇ.കെ. നായനാർ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഭരണം നടത്തിയതിൽ ഞാൻ അത്യന്തം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഇ.കെ. നായനാർ. അല്പം ഫലത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നെങ്കിലും നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച യാത്രയപ്പ് കേരള രാഷ്ട്രീയത്തിൽ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരിക്കല് ഇവിടെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന സമയത്താണ് കേന്ദ്ര ടെലികോം മിനിസ്റ്ററായിരുന്ന രാജേഷ് പൈലറ്റ്, അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് റാങ്കിൽപ്പെട്ടയാളാണ്. അദ്ദേഹം സ്റ്റേറ്റ് സന്ദർശിച്ചു, കേരള സംസ്ഥാനം സന്ദർശിച്ചു. പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു കേന്ദ്രമന്ത്രി കേരളം സന്ദർശിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ അത് അറിയിക്കണം. ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു കഴിയുമ്പോൾ ആവശ്യമായ പോലീസ് സംരക്ഷണം അദ്ദേഹത്തിന് നൽകും. പക്ഷേ രാജേഷ് പൈലറ്റ് കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മേഖലയുടെ മന്ത്രിയായിരുന്നെങ്കിലും അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോൾ ആഭ്യന്തര വകുപ്പിനെ അറിയിക്കേണ്ടതെന്ന് അറിയിച്ചില്ല. അതുകൊണ്ട് വേണ്ടത്ര നിലയിലുള്ള പോലീസ് സംരക്ഷണവും അദ്ദേഹത്തിന് കൊടുക്കുവാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് സാധിച്ചില്ല. മടങ്ങി അദ്ദേഹം ഡൽഹി ചെന്നു. ഡൽഹി ചെന്ന ശേഷം ബഹുമാനപ്പെട്ട ഇ.കെ. നായനാർ ഒരു കത്തെഴുതി, ഞാൻ കേന്ദ്ര ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായിട്ടും അങ്ങനെ ഭരിക്കുന്ന കേരളത്തിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആവശ്യമായ പോലീസ് സംരക്ഷണം തരാതെന്ന് വലിയൊരു തെറ്റായി പേരായി പോയി എന്ന് നമ്മുടെ ബഹുമാന്യനായ ഇ.കെ. നായനാർ അവർ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. കേന്ദ്രമന്ത്രി രാജേഷ് പൈലറ്റ് അല്ല, പ്രപഞ്ചത്തെ പഠിച്ചവനാണെങ്കിൽ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പറഞ്ഞേച്ചു വേണം വരാൻ, പറഞ്ഞേച്ചു വന്നാൽ സംരക്ഷണം ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയട്ടെ, ആഴിയെ ഊഴിനിമിടമായ ബ്രഹ്മാണ്ഡ ഘടാകത്തെ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് പഠിച്ച സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഉദ്ധാരകനായി ലോകത്തിൽ മനുഷ്യനായി അവതരിക്കുമ്പോൾ അവൻ പറഞ്ഞേച്ചായ ലോകത്തിലേക്ക് വന്നത് 4000 വർഷങ്ങൾക്കപ്പുറമുള്ള മാനവ ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചക വാക്യങ്ങളിലെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനത്തെക്കുറിച്ച് അക്കമിട്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത നിലയിലുള്ള അനവധി പ്രവാചക സൂക്തങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കാലാകാലങ്ങളായി ജനിച്ച് ജീവിച്ച മനുഷ്യ തലമുറകളോട് ആവർത്തിച്ച് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ വരുന്നു, പുസ്തകങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു പറഞ്ഞുകൊണ്ട് മനുഷ്യരക്ഷയ്ക്കായി ലോകത്തിലെ വിളിച്ചവനാണ് കർത്താവായ യേശു. യേശുക്രിസ്തുവിന്റെ ജന്മം ചരിത്രത്തിൽ നിസ്തുല്യമാണ്. 2 ജനനം അതിൽ തന്നെ നിസ്തുല്യമാണ്. അത് എഴുതപ്പെട്ട പ്രവചനങ്ങളുടെ നിവൃത്തി എന്ന നിലയിലാണ് ഈ ഭൂമിയിൽ സംഭവിച്ചത്. ഇനി 2, യേശുക്രിസ്തുവിന്റെ ജീവിതം നിസ്തുല്യമായ ഒരു ജീവിതമായിരുന്നു. എന്താണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ നിസ്തുല്യത? ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ബൈബിൾ പറയുന്നു നാം എല്ലാവരും പാപികളാണ്. ബൈബിൾ മാത്രമല്ല, വിശ്വസ്തമായ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വം മനുഷ്യൻ പാപിയാണ് എന്നാണ്. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ. ഞാൻ ജനിച്ചിരിക്കുന്ന പാപത്തിലാണ്, ഞാൻ ജീവിക്കുന്നത് ചരിക്കുന്നത് പാപത്തിലാണ്, എന്റെ ജന്മം പാപമയമാണ്, എന്റെ ജീവിതം പാപമയമാണ്. പാപചിന്തയില്ലാതെ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെയും ഭൂമിയിലില്ല. നിങ്ങൾ മതവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും, അതായത് നിങ്ങൾ ഈശ്വര നിഷേധിയാണെങ്കിലും ഈശ്വര വിശ്വാസിയാണെങ്കിലും നിങ്ങളും ഞാനും ഒരുപോലെ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും പാപികളാണ്. നമ്മുടെ ഇവിടെ ചെറിയ കടകൾ പലതുമുണ്ട്. ഈ ചെറിയ കടകളൊക്കെ വൈകിട്ട് 6, 7, 8 മണി വരെ തുറന്നു വെച്ചിരിക്കും. ആളുകൾ വരും, സാധനസാമഗ്രികൾ വാങ്ങും, കാശ് കൊടുക്കും, വീട്ടിൽ പോകും. ഒരു 7, 8 മണി കഴിയുമ്പോൾ ഈ കടകളുടെ ഉടമസ്ഥന്മാരെ വന്നിട്ട് ഈ കടയുടെ ഷട്ടർ താഴ്ത്തി അത് നല്ല കനമുള്ള ഗോദ്രജിന്റെ ലോക്കിട്ടത് പൂട്ടും. എന്താണെന്ന് അറിയാമോ? ഇവിടെ മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് അത് പൂട്ടുന്നത്. മനുഷ്യൻ പാപിയല്ല എങ്കിൽ ഇവിടെ കടകളെ പൂട്ടേണ്ട ആവശ്യമില്ല. മനുഷ്യൻ പാപിയല്ലെങ്കിൽ ഇവിടെ കോടതികളുടെ ആവശ്യമില്ല. മനുഷ്യൻ പാപിയല്ലെങ്കിൽ ഇവിടെ പോലീസ് സേനയുടെ ആവശ്യമില്ല. മനുഷ്യൻ പാപിയല്ലെങ്കിൽ മറ്റ് പല സംവിധാനങ്ങളുടെ ആവശ്യം ഇവിടെയില്ല. 24 മണിക്കൂർ ഇതെല്ലാം തുറന്നിടാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീടുകൾക്ക് ഗേറ്റിന്റെ ആവശ്യം വരികയില്ല. നമ്മുടെ വീടുകൾ പൂട്ടേണ്ട ആവശ്യം വരികയില്ല. ഇതെല്ലാം ആവർത്തിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് മനുഷ്യൻ പാപിയാണ് എന്നാണ്. അവർ ഏത് മതത്തിൽപ്പെട്ടവനായാലും മനുഷ്യൻ പാപിയാണ്. ഇനി മതരഹിതനാണെങ്കിലും അവൻ പാപിയാണ്. വിശുദ്ധ വേദപുസ്തകപ്രകാരം പറയുന്നു, പാപത്തിന്റെ ലാഞ്ചനയേൽക്കാത്ത ഒരു മനുഷ്യനെ ഇതപര്യന്തം ലോകത്തിൽ ജനിച്ചിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായനായ യേശു, അവനെക്കുറിച്ച് മാത്രമാണ് പാപരഹിതൻ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു പുരുഷ വിശേഷം ഈ ഭൂമിയിൽ
ജീവിച്ചിട്ടുള്ളത്. കർത്താവായ യേശുക്രിസ്തു വഴിയെ ഇതുവരെയുള്ള മാനവജനത്തിൽ നിന്ന് ജനിച്ച് ജീവിച്ചിട്ടുള്ള, ഇനി ജീവിക്കുവാനുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ഈശ്വരദൃഷ്ടിയിൽ പാപികളാണ്. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന സൂചിപ്പിച്ച് മാത്രം ഞാൻ മുമ്പോട്ട് പോകട്ടെ. അത് ഇന്ന് പറയുകയാണ്, സന്തതികൾ ഇംഗ്ലീഷിനാൽ കുറ്റപ്പെടാത്ത ഒരേ ഒരു പുരുഷവിശേഷം ലോകത്തെ സംബന്ധിച്ചുണ്ടെങ്കിൽ അത് നസ്രയത്തിലെ മറിയമിന്റെ മകനായ യേശു, അതായത് നസ്രയനായ യേശു മാത്രമാണ്. ഇത് മുഹമ്മദ് നബി പറഞ്ഞ പ്രസ്താവനയാണ്. പ്രിയമുള്ളവരെ, അപ്പം യേശുക്രിസ്തു ഒഴികെ ലോകത്തിൽ ജനിച്ച് ജീവിച്ചിട്ടുള്ള എല്ലാ ആളുകളും പാപികളാണ്. നാം എല്ലാവരും പാപികളാണ്. ഞാനിവിടെ പറയുകയാണ്, ഞാൻ പാപമില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കല്ലെറിയും. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ മാംസവും രക്തവുമുള്ള, നിങ്ങളെപ്പോലെ തന്നെ അസ്ഥിയും മാംസവുമുള്ള, നിങ്ങളെപ്പോലുള്ള ചിന്താഗതിയുള്ള, നിങ്ങളെപ്പോലുള്ള വികാരങ്ങളുള്ള, ഭാവങ്ങളുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു മനുഷ്യവിശേഷമാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നസ്രയനായ യേശു അവൻ പാപരഹിതനായിരുന്നു. അതുകൊണ്ട് അവൻ ജീവിതത്തിൽ നിശ്ചലനായിരുന്നു. 3.5 വർഷക്കാലമായിരുന്നു യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം. 3.5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം അനേകം ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ ജനകോടികളെ തന്നെ അനുദാനം ചെയ്യുവാൻ വലിയൊരു ശിഷ്യഗണത്തെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചു. ജനങ്ങളുടെ സ്നേഹം കൊണ്ട് അവർക്കൊരു സാമ്രാജ്യം സ്ഥാപിച്ചു. ജീവിതത്തിന്റെ പരിശുദ്ധി അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. തന്നെ പരക്കെ വിമർശിച്ച പരീക്ഷപക്ഷത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നസ്രയനായ യേശു ഇപ്രകാരം വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധപ്പെടുത്താൻ കഴിയും? ആ കാലത്തെ നാടുവാഴിയായിരുന്ന പിലാത്തോസിനോ, അന്നത്തെ രാജാവായിരുന്ന ഹേരോദാവിനോ, ഇസ്രായേലിന്റെ മഹാപുരോഹിതന്മാരായിരുന്ന ഹന്നാവിനോ കയ്യഫാവിനോ, പിന്നെ അവനെ ക്രൂശിച്ച പടയാളികൾക്കോ, റോമൻ സൈന്യത്തിനോ, അവന്റെ ക്രൂശീകരണത്തിൽ കുന്തവുമേന്തി കുരിശനിയോട് കാവൽ ചെയ്ത കാവൽ പടയാളികൾക്കോ, ഗവർണറായ പിലാത്തോസിന്റെ ഭാര്യയ്ക്കോ, ആർക്കും അവനെ പരക്കെ വിമർശിച്ച യഹൂദപക്ഷത്തിനോ ആർക്കും അവൻ പാപിയാണെന്ന് തെളിയിക്കുകയല്ല. ഞാൻ പറഞ്ഞത്, പാപരഹിതമെന്ന ജീവിതം കൊണ്ട് പരക്ക ജനങ്ങളാൽ സാക്ഷ്യം പ്രാപിച്ച്, ശത്രുക്കളാലും മിത്രങ്ങളാലും ഒരുപോലെ സാക്ഷ്യം പ്രാപിച്ച ഒരേ ഒരു പുരുഷവിശേഷം, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. അവന്റെ ജന്മത്തിൽ അവൻ നിസ്തുലനായിരുന്നു, ചരിത്രത്തിൽ അവൻ നിസ്തുലനാണ്, അവന്റെ ജീവിതത്തിലും അവൻ നിസ്തുലനാണ്. ഞാനും നിങ്ങളും നിസ്തുലനല്ല, സാധാരണക്കാരായ ആളുകളാണ്. യേശുക്രിസ്തുവിന് സമം യേശുക്രിസ്തു മാത്രം. അവനോട് തുല്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിവിശേഷവും നാളെ വരെ ലോകത്തുണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. 3, യേശുക്രിസ്തുവിന്റെ മരണം നിസ്തുലമായിരുന്നു. യേശുക്രിസ്തു ജന്മത്തിലും ജീവിതത്തിലും നിസ്തുലനായിരുന്ന പോലെ യേശുക്രിസ്തു മരണത്തിലും നിസ്തുലനായിരുന്നു. എന്താണ് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത? ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നു, ഞാൻ നിങ്ങൾ ജീവിക്കുന്നു. ഒരു നാളിൽ മരണത്തിന്റെ തണുത്ത കരാളകഷ്ടങ്ങൾ നമ്മെ സ്പർശിക്കുമ്പോൾ മരണം വന്ന് വാദവഴിയായി ഈ ലോകത്തിൽ നാം മറുലോകത്തേക്ക് മാറായും ചെയ്യേണ്ടതായി വരും. അത് നമ്മുടെ ജീവിതത്തിന്റെ വിധിയാണ്. നിശ്ചയമായും നാം അതിനെ അഭിമുഖീകരിക്കാൻ മതിയാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? ശാസ്ത്രത്തോട് ചോദിച്ചാൽ ശാസ്ത്രം പറയും അത് പ്രകൃതിയുടെ വികൃതിയാണ്. നമ്മുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ പലരെയും നമ്മൾ ആശുപത്രിയിലാക്കാറുണ്ട്. കേരള ഞാൻ തിരുവല്ലയിലുണ്ടായിരുന്ന ഞങ്ങളുടെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ചാപ്ലൈന്റെ ശുശ്രൂഷകളുടെ ഭാഗം നിവർത്തിച്ചിട്ടുണ്ട്. അവിടുത്തെ ഐസികൾ പല പ്രാവശ്യം കയറിയിട്ടുണ്ട്. മരണാസന്നായ പല ആളുകളുടെയും മുമ്പാകെ ഏറ്റവും കൂടുതലായി പ്രാർത്ഥിക്കുവാൻ അവസരത്തിലുണ്ട്. പല നിലയിൽ മരിക്കുന്ന ആളുകളുടെ മരണത്തിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വന്നു കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ പൾസ് റേറ്റ് താണമെന്ന് ഒരു 30-35 വരുമ്പോൾ ഡോക്ടേഴ്സ് പറയും ആശയ്ക്കുള്ള എല്ലാ മാർഗങ്ങളും കൈവിടപ്പെട്ടു പോയി. ഒരു നിലയിലും വൈദ്യശാസ്ത്രം സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ രോഗി അദ്ദേഹത്തിന്റെ പൾസ് വന്നുവന്ന് 0യിലേക്ക് താഴും. ആള് ഈ ലോകത്തെ ശരീരത്തെ വിട്ട് ഉപയോഗപ്പെടും. മരണമൊരു യാഥാർത്ഥ്യമാണ്, സാർവത്രികമായ ഒരു സത്യമാണ്. അത് നാം അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. ഏത് മനുഷ്യനും ഒരിക്കൽ ജനിച്ചാൽ മരിച്ചേ മതിയാവുകയുള്ളൂ. മരിക്കരുത് എന്നാണ് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എങ്കിലും മരണം നമ്മെ പുല്ലുമ്പോൾ മരണത്തിന്റെ മുമ്പാകെ നമുക്ക് വിറകലിച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല, മടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. മരണം നമ്മെ മാറിവലിക്കുമ്പോൾ ലോകത്തെ വിട്ട് മറുവഴിയായി ഞാനും നിങ്ങളും മാറ്റപ്പെടും. നാടൻ പാട്ടുകളെ ജനകീയമാക്കിയ കലാഭവൻ മണി നിങ്ങൾക്കറിയാമല്ലോ. ഏതാണ്ട് 100 കോടി രൂപയുടെ സ്വത്ത് അവകാശമാക്കിയ മനുഷ്യൻ തന്റെ സ്വന്തം ജീവൻ ആയിരുന്ന കരളിനെ മാരകമായ രോഗം കാർന്ന് തിന്ന് ഒരു സുപ്രഭാതത്തിലെ വേഗം അപ്രതീക്ഷിതമായ ലോകത്തെ വിട്ട് വേർപെടുവാൻ പോകുന്ന നിമിഷങ്ങൾക്ക് മുമ്പും താൻ മരിക്കുമെന്ന് അദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ മലയാള സിനിമയിലെ ഹാസ്യനടിയായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കൽപ്പന, നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ വാർത്ത സംസാരം കേൾക്കുന്ന ആരും ചിരിച്ചു പോകുന്ന ആളായിരുന്നു. മരണസമയത്തെ ഏറെ മകൾ പോലും മരണക്കിടക്കിയുടെ സമയത്ത് ഉണ്ടായിരുന്നില്ല. പുരേച്ചി തലവി എന്ന് തമിഴ്നാട്ടുകാർ ആശീർവദിച്ച തമിഴ്നാടിന്റെ വളരെ അംഗീകരിക്കപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമതി ജയലളിത
2 മാസക്കാലം മദ്രാസ് ആശുപത്രിയിൽ മരിച്ചു കിടന്നോ അതോ മരിച്ചവളെ പോലെ കിടന്നോ നമുക്കറിയാൻ വയ്യ. ആ യാഥാർത്ഥ്യം ഇന്നും അജ്ഞാതമായിരിക്കുന്നു. ഞാൻ അങ്ങനെ അണിനിരത്തിയാൽ നിരവധി സംഭവങ്ങൾ, അനവധി ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടായി വരും. പ്രിയമുള്ളവരെ, ലോകത്തിലെ എത്രയോ ആളുകൾ, അമേരിക്കൻ ഐക്യനാടുകളിലെ മാതക നടി എന്നറിയപ്പെട്ട മെർലിൻ മൺറോ, അവര് അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ അതിന്റെ ഡൗൺ ടൗണിലുള്ള, അതായത് നഗര ഹൃദയത്തിലുള്ള ഒരു 7 സ്റ്റാർ ഹോട്ടലിന്റെ 33ാമത്തെ നിലയിൽ 33ാം നമ്പർ മുറിയിൽ 33ാമത്തെ വയസ്സിൽ ആരോടോ സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഭാവന ടെലിഫോണിന്റെ റിസീവർ ഇടയിൽ പിടിച്ചുകൊണ്ട് കിടക്കയിൽ തലയിൽ ചാടി മരിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഹോട്ടലിലുള്ളതായ ആളുകൾ തുറക്കപ്പെടാത്തതും തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത്. മരണം അപ്രതീക്ഷിതമായ ഒരു അതിഥിയാണ്. ഞാനെന്തെങ്കിലും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു നാളെന്ന മരണത്തെ ഭയണ്ടായി വരും. മരണം നമ്മളെ സമീപിക്കുമ്പോൾ നമുക്ക് മരണത്തോടെ യാത്ര ചെയ്യല്ലാതെ യാതൊരു പിടിവാശിയോ പറയാൻ സാധിക്കുന്നില്ല. ഒരിക്കലും മരണത്തിന്റെ കരാളവസ്ഥകൾ രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ലോകത്തിൽ മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരേ ഒരുവനുണ്ട്. അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തു. അവൻ ജീവിക്കാൻ വേണ്ടി വന്നവനല്ല, മരിക്കാൻ വേണ്ടി വന്നവനാണ്. കർത്താവായ യേശുവിന്റെ ജീവിതകാലത്ത് തന്നെ അനുഗമിച്ച പുരുഷാർത്ഥത്തോട് ഇപ്രകാരം പറഞ്ഞു: മനുഷ്യത്തിന് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പൊ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യനെ തക്ക സമയത്ത് അവന്റെ മരണത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ, മനുഷ്യന് വേണ്ടി മനുഷ്യനായി മരിക്കുവാൻ, പകരക്കാരനായി മരിക്കാവുന്ന ഏക ഉദ്ദേശത്തോടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരേ ഒരു പുരുഷവിശേഷം അവനാണ് നസ്രയനായ യേശു. ആ യേശു ക്രിസ്തു തന്റെ മരണത്തിലും നിസ്തുലനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വിശുദ്ധ വേദ ഇപ്രകാരമാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് തന്റെ അടിമ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയുണ്ടായി: ഇതാ മനുഷ്യപുത്രൻ യെരൂശലേമിലേക്ക് പോകുന്നു, അവരെ പാപികളെ ഏൽപ്പിക്കപ്പെടുകയും അവർ അവരെ പിടിച്ച് ക്രൂശിച്ച് കൊല്ലുകയും ചെയ്യും. എന്നാൽ 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവായ യേശു പീലാത്തോസ് പറയുന്ന റോമൻ ഗവർണറുടെ മുമ്പാകെ അവന് നേരെ നിന്ന് വിസ്തരിക്കപ്പെട്ടു. ഞാനിവനും മരണയോഗ്യമായി യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കണം. അവനെ ക്രൂശിക്കുക എന്ന അട്ടഹസത്തെ യഹൂദ പരീക്ഷകളെ കുറ്റപ്പെടുത്തുവാൻ കുറ്റമില്ലാത്തവനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു പീലാത്തോസിന്റെ ഗവർണർ. പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ആഗ്രഹമുണ്ടായി. ഈ യഹൂദന്മാർ ചോദിച്ചു, ഇവൻ ചെയ്ത ദോഷമുണ്ട്. അവൻ ആ അട്ടഹസിച്ചു അവനെ ക്രൂശിക്കുക. നിങ്ങളുടെ രാജാവിനെ ഞാൻ ഘോഷിക്കണമോ എന്ന് അവർ ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്: ഞങ്ങൾക്ക് ഹേരോദാവല്ലാതെ ഒരു രാജാവില്ല, ഞങ്ങൾക്ക് അവനെ വേണ്ട, അവന്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും മേൽ വരട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തിന്മേൽ ശാപം ക്ഷണിച്ചു വരുത്തി നസ്രയനായ യേശുവിനെ മരണത്തിനായി ഏൽപ്പിച്ചു. അവന്റെ മരണത്തിൽ അവൻ നിസ്തുലനായിരുന്നു. എന്താ കാരണം? ഒരുവന്റെ മരണം സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടതായിരുന്നു. എബ്രായർ എഴുതിയ ലേഖനം 1-27 വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുക. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പകരക്കാരനായി പ്രതിപകരമായി മരിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ ലോകത്തിൽ ജനാവതാരം ചെയ്ത ദൈവത്തിന്റെ ഏകനാഥനായ പുത്രനാണ് കർത്താവായ യേശു. അവിടുന്ന് ചരിത്രത്തിലും ജന്മത്തിലും ജീവിതത്തിലും മരണത്തിലും നിസ്തുലനായിരുന്നു. അതിന്റെ കാരണം അവന്റെ മരണം ഒരു സാധാരണ മരണമായിരുന്നില്ല എന്നതാണ്. അവന്റെ മരണം ഒരു ആത്മഹത്യ മരണമായിരുന്നില്ല. അവന്റെ മരണം ഒരു ആകസ്മിക സംഭവമായിരുന്നില്ല. അവന്റെ മരണം മറ്റേതെങ്കിലും നിലയിലുള്ള ഒരു രക്തസാക്ഷിയുടെ മരണമായിരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയോ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയോ രക്തം ചൊല്ലി മരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളം ഉണ്ടാകും. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത രോഗാതുരയാൽ ആശുപത്രിയിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോ അവരോട് ഡിവോഷൻ ഹേതുവായി അവർക്ക് വേണ്ടി കയ്യിലെ നരമ്പുകൾ മുറിച്ച് രക്തമൊഴുക്കിയ ആളുകളുടെ ചരിത്രം വരെ വർത്തമാന പത്രങ്ങളിൽ നാം വായിച്ചിട്ടുണ്ട്. ആത്മാഹുതി ചെയ്യുവാൻ ഒരുക്കപ്പെട്ടുന്ന യുവാക്കന്മാരെ പോലീസ് സേന ഇടപെട്ട് പിന്മാറുകയായിരുന്നു. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി, മത നേതാക്കന്മാർക്ക് വേണ്ടി, മതസമേതകൾക്ക് വേണ്ടി, തത്വചിന്തകൾക്ക് വേണ്ടിയൊക്കെ രക്തം ചൊരിയുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ധാരാളം ആളുകൾ കാലാകാലങ്ങളായി ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട്, മൺമറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നാളെയുള്ള നാളുകളിൽ ഇനി അങ്ങനെ വലിയ ആളുകൾ രംഗത്ത് വന്നു എന്നും വരാവുന്നതാണ്. എന്നാൽ മരിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ ലോകത്തിൽ മനുഷ്യരായി അവതരിച്ച് ലോകത്തിൽ ജീവിച്ച് മാതൃകയാട്ടിയ ഒരേ ഒരുവൻ കർത്താവായ
യേശുവായിരുന്നു. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത്? വളരെ വേഗത്തിൽ ഞാൻ സൂചിപ്പിക്കാം. കർത്താവായ യേശു അവൻ കാൽവരിലെ ക്രൂശിൽ 2 കള്ളന്മാർ നടുവിൽ കാരണവാളികളാൽ ക്രൂശിതനായി അവൻ മരിച്ചു. അങ്ങനെ മരിക്കേണ്ടത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടിയുള്ള പ്രവചനത്തെ നിവർത്തി എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. കർത്താവായ യേശു തിരുവഴുത്തൽ പ്രകാരം ജനിച്ചു, തിരുവഴുത്തൽ പ്രകാരം മരിച്ചു, തിരുവഴുത്തൽ പ്രകാരം പൂർണ്ണാമ സംഘേറ്റു. കർത്താവായ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ കർത്താവിന്റെ 2 രഹസ്യ ശിഷ്യന്മാരായ ആളുകൾ, ഒന്ന് അരിമത്തിയിലെ യോസേഫ് എന്ന് പറയുന്ന ഗലീലിയയിലെ ഒരു മന്ത്രി, 2 രാത്രി നിശയുടെ നിശബ്ദതയിൽ യേശുവിനെ വിളിക്കുവാൻ യേശുവിനെ സമീപിച്ച നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ പ്രമാണി. അവരിവരും പിലാത്തോസിന്റെ പിറ്റോയത്തിൽ വന്നു. പിലാത്തോസ് പറഞ്ഞ തന്നെ ആ ശരീരം ഞങ്ങൾക്ക് മടക്കി തരണം, ഞങ്ങൾ അവനെ സംസ്കരിച്ചുകൊള്ളാം. പിലാത്തോസ് സംസ്കാരത്തിനായി ആ ശരീരം വിട്ടുകൊടുത്തു. നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സുവിശേഷത്തിന്റെ രേഖയിൽ 100 സുഗന്ധ ദ്രവ്യങ്ങളുടെ അകമ്പടിയോടെ